ഞാൻ നടത്തും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെൻ്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാനേറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്താലൻ കരം പിടിച്ചു. ഞാൻ അവസാനത്തെ വരി ഒന്ന് ചേഞ്ച് ചെയ്തു. എൻ കരം നീ പിടിച്ചു എന്നുള്ളത് കർത്താവ് പിന്നെ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു, എൻ കരം നീ പിടിച്ചു, കരം മുറുകെ പിടിച്ചു. അവൻ കയറി പിടിച്ചോണ്ടാ ഞാൻ പല സമയത്ത് വിട്ടിട്ട് ഓടിയിട്ടുണ്ട്. ഞാൻ ജെറോങ്ങളോട് പറയായിരുന്നു, ഞാൻ 2013 എൻ്റെ ഗ്രാൻഡ് ഫാദർ, he was a very powerful man of God. He was the most closest man in my life. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയൊക്കെ ചെയ്തൊരു ദൈവ മനുഷ്യനാണ്. 2013 പുള്ളി സിക്കായി തുടങ്ങി. ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ 12th ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈം. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിസി ഹോസ്പിറ്റലിൽ പപ്പയുടെ കൂടെ പപ്പയെ സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാനപ്പം ഡിഗ്രി ചെയ്യുന്ന ടൈമാണ്. 2 ആഴ്ചക്കുള്ളിൽ പപ്പ മരിച്ചു. പപ്പ മരിച്ചതിന് ശേഷം ഫ്യൂണറൽ സർവീസ് നാട്ടിൽ വെച്ചാൽ നടക്കുന്നത്. നാട്ടിൽ ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞ് 2013 ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ഹെവി ഹാർട്ടഡ്. എൻ്റെ പപ്പ എന്ന് പറയുന്നതായിരുന്നു ലൈക്ക് ഫോർ മീ എ ഫാദർ ഫിഗർ. I had no connection with the loving Father in heaven. He was everything for me. He is no more. അപ്പോൾ പപ്പ ഈ പ്രായമൊക്കെ ഒത്തിരി ആയ സമയത്ത് കണ്ണാടി വെക്കുമായിരുന്നു. കണ്ണാടി വെച്ചിട്ടും കണ്ണ് കാണാതായിട്ട് ഈ ഭൂത കണ്ണാടി വെച്ചിട്ട് ബൈബിള് വായിക്കും. ഈ എന്താ പറയുന്നത്, മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും വർഷമായിട്ട് വായിച്ചത് തന്നെയല്ലേ, ലെറ്റേഴ്സ് ഒന്നും മാറിയിട്ടില്ലല്ലോ, ഇത്രയും വായിക്കാനും മാത്രം എന്തോ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന റൂമിൽ പോയി ഞാൻ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഭയങ്കര ഹെവി ഹാർട്ടഡായിട്ട് പപ്പ കിടക്കുന്ന കട്ടിലയിൽ പോയി കിടന്നു. കട്ടിലേക്ക് കിടന്നിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഐ ഹാവ് ബീൻ ഷെയർ ദിസ് ടെസ്റ്റിമണി ഒത്തിരി അങ്ങനെ പുറത്ത് പറഞ്ഞു. ബട്ട് ഈ സീസണിൽ ദൈവം എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഉറപ്പ് തരുന്നു, ദിസ് ഇസ് ടൈം ടു റിലീസ് ദറ്റ് അനോയിൻറ്റിങ് ഇൻ ടു സം പീപ്പിൾ. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ഞാൻ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഉറക്കത്തിൽ ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ലിറിക്സ് ആൻഡ് ട്യൂൺ. ലിറിക്സ് ആൻഡ് ട്യൂൺ ഇൻ മൈ സ്ലീപ്പ്. ഞാൻ റെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? സങ്കീർത്തനം 127 എത്ര പേര് വായിച്ചിട്ടുണ്ട്? തൻ്റെ പ്രിയനോ, കേട്ടില്ല, നന്നാ അധ്വാനിക്കുന്നതും ഒക്കെ വെറുതെയാ. For his beloved he gives in his sleep. സ്ലീപ്പ് ഭയങ്കര ഒരു, ബൈബിൾ ശരിക്കും വായിക്കണം കേട്ടോ. സ്ലീപ്പ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സ്ലീപ്പ് വെറുതെ കളയരുത്. രാത്രി 12 മണി വരെയും 1 മണി വരെയൊക്കെ ഓൺലൈൻ ഇരിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ കേട്ടാട്ടെ, നന്നായിട്ട് ഉറങ്ങണം, എന്നാലേ കർത്താവിനോട് സംസാരിച്ചു തുടങ്ങാൻ പറ്റും. ശരിക്കും വായിക്കണം. ഉത്തമഗീതം 5 എടുത്തൊന്ന് വായിച്ചു നോക്ക്. ഞാൻ ഉറങ്ങിയിരുന്നപ്പോഴും എൻ്റെ ആത്മാവ് ഉണർന്നിരുന്നു. He comes and talks to us. He comes and deposits heavenly visions, heavenly revelations in our sleep.
This is available for everybody who is desiring this. I was so overwhelmed. I just woke up from my dream. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് I started becoming very puzzled. പെട്ടെന്ന് എൻ്റെ ഹെഡിൽ ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡർ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ആ സോങ് 8 വർഷം മുമ്പ് 2013 കാര്യം. ആ സോങ് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം അനുവദിച്ചാൽ അത് ഈ വർഷം റിലീസാവും ആ സോങ്. ഇന്നലെ തോമസ് ചാൻ്റെ വീട്ടിൽ അതിൻ്റെ വർക്കിന് ഞാൻ പോയേക്കുമായിരുന്നു. ബട്ട് എനിവേസ്, ഞാനത് പറയാൻ കാരണം ഈ സോങ് ഇപ്പം നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ഞാൻ നടക്കും പാതയിൽ 2020 December 31 ഞാൻ കുട്ടിക്കാനത്തിൻ്റെ റൂമിൽ, കോളേജിൽ ഞങ്ങൾക്ക് റൂംസ് ഉണ്ട്, റൂമിൽ ഉറങ്ങി രാവിലെ December 31 എഴുന്നേൽക്കുമ്പം ഞാൻ സ്വപ്നത്തിൽ, ദൈവം സാക്ഷി, ഞാൻ ഒരു വരി ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ആകെ ഒരു വരി മാത്രം മാറ്റി, എൻ കരം നീ പിടിച്ചു എന്നുള്ളത് കരം മുറുകെ പിടിച്ചു എന്നാക്കി. വേറെ മൊത്തം സ്വപ്നത്തിൽ കേട്ട് തന്ന കർത്താവ് തന്ന ലിറിക്സാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം the songs of heaven is going to release on us. നല്ലൊരു ആമേൻ പറഞ്ഞൊന്ന് എടുത്താട്ട് ആരെങ്കിലുമൊക്കെ. The sound of heaven is going to release. The sound of heaven. ആ സോങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഓ ഞാൻ ഏറ്റവും ഓടിയപ്പോൾ, എത്ര പേര് പറയും നീ എന്നെ തേടി വന്നു, നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. പാടിക്കേ. ഞാൻ ഏറ്റവും ഓടിയപ്പോൾ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. ഞാൻ നടക്കും പാതയിൽ, ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ, പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ, പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ്റെ താതൻ. ഓ ഞാൻ ഏറ്റവും ഓടിയപ്പോൾ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. ഞാൻ ഏറ്റവും ഓടിയപ്പോൾ, ഞാൻ ഏറ്റവും ഓടിയപ്പോൾ നീ എന്നെ തേടി വന്നു, പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ, ഉയരമോ ആഴമോ വേർപിരിപ്പാ ആകുമോ, നിൻ സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ, ഉയരമോ ആഴമോ
വേർപിരിപ്പാൻ ആകുമോ? മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീനാലേ എന്നെ നീ സ്വന്തമാക്കി. മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും സ്നേഹവീനാലേ എന്നെ നീ സ്വന്തമാക്കി. പഠിക്കെല്ലാരും ചേർന്ന് മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും നിൻ സ്നേഹവീനാലേ എന്നെ നീ സ്വന്തമാക്കി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. Can we sing that together? Oh, ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു. Love you Lord. പരിശുദ്ധ സ്നേഹത്താലെ കരം മുറുകെ പീഡിച്ചു. ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്താലൻ കരം മുറുകെ പീഡിച്ചു. ഞാൻ ഏറ്റമോടിയപ്പോ നീ എന്നെ തേടി വന്നു. പരിശുദ്ധ സ്നേഹത്താലൻ